ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ വാൽപ്പാറയാണ് നിൽക്കുന്നത്. രാവിലെ ഇപ്പോൾ സമയം 9:17 വാൽപ്പാറയിലെ ദൃശ്യങ്ങൾ അതിമനോഹരമായ. രാവിലെ ഞങ്ങൾ കണ്ടുവന്ന് ഇഡലിയൊക്കെ കഴിച്ച് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുക. ആതിരപ്പള്ളി വാഴച്ചാൽ ഇന്നലെ രാവിലെ തുടങ്ങി. ഇന്നിപ്പോൾ ഞങ്ങൾ മലക്കപ്പാറ ഇന്നലെ വൈകിട്ട് മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയിലെത്തി. ഇപ്പോൾ വാൽപ്പാറയുടെ ദൃശ്യങ്ങളാണിപ്പോൾ നിങ്ങൾ കണ്ടത്. വാൽപ്പാറ ടൗൺ ആണിത്. ഒരു പ്രത്യേക വൈബാണ് ഇവിടെ. ആളുകളുടെ വിവിധ തരത്തിലുള്ള ആളുകൾ, വിവിധ സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശം. നമ്മുടെ ഒരു രീതിയാണല്ലോ ഇവിടെ. മലയാളികളുടെ രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലം. എന്തുകൊണ്ടും വളരെ മനോഹരമായി തോന്നുന്നു. നിങ്ങൾക്കും അപ്പോൾ ആ രീതിയിൽ തന്നെ അത് മനോഹരമായി തന്നെ അനുഭവവേദ്യമാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കണ്ടില്ലേ, വളരെ മനോഹരമായ പ്രദേശം. അപ്പോൾ വാൽപ്പാറയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സല്യൂട്ട്. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ വാൽപ്പാറയിൽ നിന്ന് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ കാഴ്ചകളൊക്കെ കണ്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് കൂട്ടുകാരെ, ഇത് വാൽപ്പാറ എന്ന് തമിഴിൽ പറയും. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കും കുന്നിൻ പ്രദേശവുമാണിത്. ആനമല ടൈഗർ റിസർവ് ഇതിൽ ഉൾപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 3474 അടി, അതായത് 1059 മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നിൻ പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആകെ 56 എസ്റ്റേറ്റുകൾ ഇവിടെയുണ്ട്. പൂനാച്ചിമല എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. പൂനാച്ചിമല എന്ന പേര് വന്നത് തമിഴിൽ പൂച്ചയ്ക്ക് പൂന എന്നാണല്ലോ പറയുന്നത്. പൂച്ചയുടെ വലിയേട്ടനായ കടുവ കൂടുതലായി അധിവസിക്കുന്ന സ്ഥലമായതുകൊണ്ട് ആയിരിക്കാം പൂനാച്ചിമല എന്ന പേര് ഇതിന് കിട്ടിയത്. എന്തായാലും വളരെ മനോഹരമായ ഒരു പ്രദേശം തന്നെയാണിത്. ഞങ്ങളുടെ കണ്ണുകളെ കുളിരണിയിക്കുന്ന കാഴ്ചകൾ. അതിവിദൂരമായി വിശാലമായ മലകളും മാനത്തോട് ചേർന്ന് നിൽക്കുന്ന കുന്നുകളും ഒന്നും പറയാനില്ല. ഈ ഒരു ടൂർ പ്രോഗ്രാമിൽ പാക്കേജിൽ അംഗമാകാൻ സാധിച്ച് വളരെയധികം സന്തോഷം ഞങ്ങൾക്കുണ്ട്. കണ്ടോ, ഒരു പഴയ ഒരു ക്ഷേത്രം, അതിനോട് ചുറ്റി തേയില കാടുകളും പാതയോരങ്ങളൊക്കെ വളരെ മനോഹരമായി തന്നെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ പിന്നിട്ട വഴിയാണത്. ഒന്നും കളയാനില്ലെന്നൊക്കെ പറയുന്നത് പോലെ. കണ്ടോ, അത് ആ ഒരു ഭംഗി കണ്ടോ. മലകളുടെ കോൺക്രീറ്റ് ചെറിയ കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഭംഗിയൊന്നും ബാധിക്കാത്ത. അങ്ങോട്ട് നോക്കിയേ, ആ മലയുടെ ചരിവിലായിട്ട് കെട്ടിടങ്ങൾ, ഗോഡൗൺ പോലെയുള്ള എന്തെങ്കിലും കെട്ടിടങ്ങളായിരിക്കാം. ഇവിടെ ഫുട്ബോൾ കളി വളരെ ജനപ്രിയമാണ്. എല്ലാ വർഷവും സംസ്ഥാനതല മത്സരങ്ങൾ ഇവിടെ നടക്കുന്നു. വാൽപ്പാറയിലേക്ക് 38 കിലോമീറ്റർ, അതായത് 24 മൈൽ അകലെയുള്ള മങ്കി ഫാൾസിൽ നിന്നാണ് താഴ്വര ആരംഭിക്കുന്നത്. താഴ്വാരത്തിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള വഴിയിൽ 40 ഹെയർപിൻ വളവുകൾ ഉൾപ്പെടുന്നു. കേരള സംസ്ഥാന അതിർത്തി പട്ടണമായ മലക്കപ്പാറ വാൽപ്പാറയിൽ നിന്ന് 27 കിലോമീറ്റർ അകലെയാണ്. ഭൂമിയുടെ പ്രധാന ഭാഗങ്ങൾ സ്വകാര്യ തേയില കമ്പനികളുടെ ഉടമസ്ഥതയിലാണെങ്കിലും വലിയ വനപ്രദേശങ്ങൾ ഇപ്പോഴും അതിർത്തിക്ക് പുറത്താണ്. താഴെ ആ മലയിടുക്കിൽ ചെറിയ വെള്ളക്കെട്ട് കാണാം. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം.
പിന്നിടുന്ന വഴികളിൽ ചെറിയ ക്ഷേത്രങ്ങളും അതിനോട് അനുബന്ധിച്ച് ചെറിയ കെട്ടിടങ്ങളും ഒക്കെ കാണാം. ദൂരേക്ക് നോക്കിയാൽ വിശാലമായ മലഞ്ചെരുവുകളും മല ഇടുക്കുകളും പച്ചപ്പ് നിറഞ്ഞ കണ്ണിന് കുളിർമയേകുന്ന നിരവധി കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹായ് കൂട്ടുകാരെ, ഇനി വാൽപ്പാറയുടെ ചരിത്രം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഹായ് കൂട്ടുകാരെ, ഇനി നമുക്ക് വാൽപ്പാറയുടെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ആദ്യകാല രേഖകൾ 1846 കെ രാമസ്വാമി മുതലിയാർ ഇവിടെ ഒരു കാപ്പിത്തോട്ടം ആരംഭിച്ചത് മുതലാണ്. 1864 കർണാടക കോഫി കമ്പനി ഇവിടെ കാപ്പിത്തോട്ടം ആരംഭിച്ചെങ്കിലും അവർക്ക് ലാഭകരമാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ അവരുടെ ഭൂമിയുടെ ഒരു ഭാഗം വിറ്റു. 1875 ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരനായ എഡ്വേർഡ് ഏഴാമൻ്റെ സന്ദർശനത്തിനായി പട്ടാളക്കാർ റോഡുകളും ഗസ്റ്റ് ഹൗസുകളും നിർമ്മിച്ചു. ഇവിടെ പട്ടാളക്കാരെ നിയമിക്കുകയും കുതിരകളെയും ആനകളെയും ഇതിനായി ഉപയോഗിക്കുകയും ചെയ്തു. എന്നിരുന്നാലും സന്ദർശനം ഒടുവിൽ റദ്ദാക്കി. 1890 വിൻഡിലും നോർഡനും ബ്രിട്ടീഷ് രാജിൻ്റെ കീഴിലുള്ള മദ്രാസ് സംസ്ഥാന സർക്കാരിൽ നിന്ന് വാൽപ്പാറയിൽ വലിയൊരു ഭാഗം ഭൂമി വാങ്ങി. വിൻഡിൽ ഈ പ്രദേശത്തെ വനം വെട്ടിമാറ്റി അവിടെ തേയിലയും കാപ്പിയും നട്ടുപിടിപ്പിച്ചു. പരിചയസമ്പന്നനായ ഒരു പ്ലാന്ററായ കാർവർ മാർഷ് 250 രൂപ ശമ്പളത്തിന് അദ്ദേഹത്തെ സഹായിച്ചു. വർഷം മുഴുവൻ വാൽപ്പാറയിൽ മഴ ലഭിക്കുന്നു. വാൽപ്പാറയിലെ സാധാരണ താപനില വേനൽക്കാലത്ത് 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെയും ശൈത്യകാലത്ത് 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെയും ആയിരിക്കും. ഹായ് കൂട്ടുകാരെ, ഈ തേയില ചെടികളുടെ ഇടയിൽ ഈ ചെറിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ കരുതുന്നത് അത് മണ്ണൊലിപ്പ് തടയാനും മലയിടിച്ചൽ തടയാനുമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ അത് അഭിപ്രായമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ഹായ്, ഞങ്ങളിങ്ങനെ വാൽപ്പാറ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്.